ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രീ-KG, LKG അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക. 14 വയസ്സുകാരനെ വനിതാ കോൺസ്റ്റബിൾ ചെവിക്കടിച്ച് മർദ്ദിച്ചു. ചേലക്കര സ്റ്റേഷനിലെ പോലീസുകാരിയുടെ ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ഉദ്യോഗസ്ഥയ്ക്കെതിരെ കേസ്. ഷൊർണൂരിൽ അയൽവാസിയായ 14 വയസ്സുള്ള വിദ്യാർത്ഥിയെ ചേലക്കര പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിൾ നിഷ്കരുണം മർദ്ദിച്ച സംഭവം നിയമപാലകരെ ലജ്ജിപ്പിക്കുന്നതാണ്. ചേലക്കര സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥ നിയമം സ്വന്തം കയ്യിലെടുത്തതിനെതിരെ പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്നും ഒരു കുട്ടിയോടുണ്ടായ ഈ ക്രൂരത സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കുട്ടിയുടെ രക്ഷിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് ചേലക്കര സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയായ ജാസ്മിനെതിരെ അന്വേഷണം ആരംഭിച്ചു. ഷൊർണൂർ പോസ്റ്റ് ഓഫീസിന് പുറകുവശത്തുള്ള വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുട്ടിക്കാണ് ഞായറാഴ്ച വൈകിട്ട് മർദ്ദനമേറ്റത്. ഇവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപത്താണ് പോലീസ് ഉദ്യോഗസ്ഥയും താമസിക്കുന്നത്. രാത്രികാലങ്ങളിൽ ക്വാർട്ടേഴ്സുകളിലേക്ക് കല്ലേറുണ്ടാകാറുണ്ട് എന്നാരോപിച്ചാണ് യാതൊരു തെളിവുമില്ലാതെ അയൽവാസിയായ വനിതാ കോൺസ്റ്റബിൾ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ കുട്ടിയെ ചെവിക്കടിച്ച് മർദ്ദിച്ചത്. മറ്റാരോ ചെയ്ത കുറ്റം എന്റെ മകന്റെ മേൽ കെട്ടിവെച്ച ഒരു കാരണവുമില്ലാതെ പോലീസുകാരി ഈ ക്രൂരകൃത്യം ചെയ്യുകയായിരുന്നു, കുട്ടിയുടെ മാതാവ് ആരോപിച്ചു. ഒരു അടുത്തുള്ള ഒരു സ്ത്രീയാണ്, പോലീസാണ്. പിന്നെ ഇവിടുന്ന് വരുന്ന ചേലക്കരയിൽ നിന്നാണ് വന്നത്. പക്ഷെ യൂണിഫോമിനല്ല വന്നിട്ടുള്ളത്. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് അയൽവാസിനെയാണ് വന്നിട്ട് എൻ്റെ കുട്ടി ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ എൻ്റെ കുട്ടീനെ അടിക്കുന്നത്, എന്താ കാരണത്തിനാണ് എൻ്റെ കുട്ടീനെ അടിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവൻ പറഞ്ഞിട്ട് അപ്പോൾ ഈ ബോഡി എന്ന് പറഞ്ഞിട്ട് ഇന്നെ തള്ളി വിട്ടു, ഇന്നെ അടിച്ച് എൻ്റെ ഉമ്മാനെയും ഉന്തി വിട്ടു. വിട്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞു, എന്തിനു എൻ്റെ ഉമ്മാനെ അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണത്തിൽ മാക്സി കുടിച്ചു. അപ്പം എൻ്റെ അനിയന് അവർക്ക് വെയ്യ, അവനും നെഞ്ഞുവേദനയായിട്ട് അവൻ ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ വന്നിട്ട് ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേനും ആ കണ്ണാടി അവിടെ താഴ്ത്തു വീണു. അതെൻ്റെ കുട്ടീനെ അടിച്ചിട്ട് ആ ഞങ്ങൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക്, എൻ്റെ അനിയനിക്കും വെയ്യായിരുന്നു, അവനിക്കും നെഞ്ഞുവേദനയായിരുന്നു. നിയമം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ സ്വന്തം അധികാരം ദുരുപയോഗം ചെയ്ത് ഒരു കുട്ടിയെ മർദ്ദിച്ചത് ഗുരുതരമായ കൃത്യവിലോപമാണ്. ചെവിക്ക് പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ കുട്ടി പരസ്യമായി തെറിവിളിച്ചതിനാലാണ് പ്രതികരിച്ചതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥയുടെ വിശദീകരണം. അപ്പോൾ ഞാൻ പറ്റാണ്ടാണ് ഇവന്റെ കവളത്ത് വന്ന് കൊടുത്തത്. ഞാൻ വലിയ ചെറിയ തോന്നിയാസം പറയാൻ ചോദിച്ചത് ഞാൻ അടിച്ചത്. അപ്പൊ ഇവ പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു തന്നപ്പോ എന്റെ അവന്റെ ഉമ്മുമ്മയുടെ പ്രായമുണ്ട്, ഞാൻ മനസ്സിലായ എന്നെ കുനിഞ്ഞു നിന്ന് നീ എന്നോട് അങ്ങനെ പറഞ്ഞത് കണ്ടിട്ട് ഇവൻ ഞാൻ കുഞ്ഞു വല്ല മാക്സി പിടിച്ച് വലിച്ചപ്പോഴാണ് ഞാൻ അവന്റെ കവളത്ത് ഒരെണ്ണം കൊടുത്തു. എന്നാൽ തെറി വിളിച്ചു എന്ന ഒറ്റ കാരണം പറഞ്ഞ് ഒരു നിയമപാലക നിയമം കയ്യിലെടുത്ത് മർദ്ദനം അഴിച്ചുവിടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഈ സംഭവം പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ്. ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥ ഉൾപ്പെട്ട വിഷയത്തിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് സമഗ്രമായ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CCV ന്യൂസ്, ചേലക്കര.